Dear friends, welcome to Learn English Grammar with Madhav Mash. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ആക്റ്റീവ് പാസീവിൻ്റെ എക്സാമ്പിളുകളാണ് പറഞ്ഞു തന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പ്രെഡിക്കേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റിൽ നമ്മൾ എന്ത് നിയമമാണ് പാലിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക? ഒരു വാചകം സിമ്പിൾ പ്രസൻ്റ് ആണ് എങ്ങനെയാണ് തിരിച്ചറിയുക? പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് പ്രെഡിക്കേറ്റിൽ വെർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ V1 കണ്ടാൽ നമുക്ക്, അല്ലെങ്കിൽ എസ് ഫോമോ കണ്ടാൽ നമുക്കത് സിമ്പിൾ പ്രസൻ്റ് ആണ് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പാസീവിൽ ആ പ്രെഡിക്കേറ്റിൽ വരുന്ന മാറ്റം എന്താ? വെറും ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം പോയിട്ട് ഈസ് എം ആർ പ്ലസ് V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പാസീവിൽ കിടക്കുന്ന ഒരു വാചകമാണെന്നുള്ളത്. രണ്ടാമത്തെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ആക്റ്റീവിലെ നിയമം എന്തായിരിക്കണം? പ്രെഡിക്കേറ്റിൽ ഈസ് എം ആർ, അതായത് പേഴ്സണും നമ്പറും അനുസരിച്ച് ഈസ് എം ആർ പ്ലസ് ING കണ്ടാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള വാചകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള വാചകം പാസീവിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റാൻ വരാൻ നോക്കൂ. ഈസ് എം ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 വരും. ഒരു ബീയിങ് അതിൽ കൂടും, ബീയിങ് പ്ലസ് V3 വരും. അത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് പറഞ്ഞാൽ മൂന്നാമത്തെ. പ്രസൻറ്റ് പെർഫെക്റ്റ് അനുസരിച്ച് സാധാരണ എന്തിനാ നമ്മൾ ഏത് കാര്യം പറയാൻ ഉപയോഗിക്കാറ്? ഒരു പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിന് കൃത്യമായ സമയം ഓർമ്മയില്ല. ഉദാഹരണമായിട്ട് ഞാൻ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, ശ്രീമാൻ മമ്മൂട്ടിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാന്നൊന്നും അറിയില്ല. ഞാൻ തകഴിയുടെ നോവൽ വായിച്ചിട്ടുണ്ട്. എക്സാക്ട് ടൈം ഈസ് നോട്ട് ഗിവൺ. ഇഫ് എക്സാക്ട് ടൈം ഈസ് ഗിവൺ വി ക്യാൻ യൂസ് സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ എക്സാക്ട് ടൈം ഇല്ല, എന്നാൽ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രസൻറ്റ് പെർഫെക്റ്റാണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റിലെ ആക്റ്റീവിലെ നിയമം എന്തായിരിക്കണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പെർഫെക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3, അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. അതാണ് ആ പ്രെഡിക്കേറ്റിൽ കാണുക. ഇനി അതിൻ്റെ പാസീവ് പ്രെഡിക്കേറ്റ് എന്താ വരിക? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ ബീൻ പ്ലസ് V3 കണ്ടാൽ പ്രസൻറ്റ് പെർഫെക്റ്റിലെ പാസീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? അതിന് പാസീവ് ഇല്ല നമുക്കറിയാം. നാലാമത്തെ ടെൻസിൽ പാസീവ് ഇല്ല. അപ്പോൾ അതിൻ്റെ ആക്റ്റീവിൽ നിയമം എന്തായിരിക്കണം? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. ബീനെ പ്ലസ് ING കണ്ടാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് ഇല്ല. എന്തിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക? ദീർഘകാലമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ 5 മാസമായി ഞാൻ ഗ്രാമറിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് തുടർച്ചയായി ചെയ്യുന്ന കാര്യത്തിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. അപ്പോൾ പ്രസൻറ്റൻസ് കഴിഞ്ഞു. പ്രസൻറ്റൻസിൽ 3 എണ്ണത്തിന് പാസീവ് ഉണ്ട്, 4 ആക്റ്റീവും. അങ്ങനെ 7 വാചകമാണ് പ്രസൻറ്റ് ടെൻസിലുള്ളത്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് കിടക്കാം. പാസ്റ്റ് ടെൻസിൽ ആദ്യം ഏതാ? സിമ്പിൾ പാസ്റ്റാണ്. സിമ്പിൾ പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. സിമ്പിൾ പ്രസൻറ്റിൽ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോമാണ്. സിമ്പിൾ പാസ്റ്റിലോ ബേസ് ഫോമിൻ്റെയും എസ് ഫോമിൻ്റെയും പാസ്റ്റ് ടെൻസ്. അപ്പോൾ സി അല്ലെങ്കിൽ സീസ് എന്നാണെങ്കിൽ സോന്നാവും. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ വെർബിൻ്റെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 എന്ന് നമുക്ക് പറയാം. ഇത് കണ്ടാൽ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ പാസ്റ്റ് സാധാരണ എന്തിനാ ഉപയോഗിക്കുക? എക്സാക്റ്റ് ടൈം, ഒരു ജോലിയുടെ കൃത്യസമയം. ഞാൻ ഇന്നലെ അവനെ കണ്ടു. 1990 ഞാൻ ദുബായിലേക്ക് പോയി. ഇതൊക്കെ കൃത്യമായ സമയം ഉണ്ടായിരിക്കും. 8 മണിക്ക് ഇന്ന് 8 മണിക്ക് കാലത്ത് 8 മണിക്ക് അവൻ വന്നു. കൃത്യമായ സമയം പാസ്റ്റിൽ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പാസ്റ്റ് ഒരു വെർബിൻ്റെ V2 കണ്ടാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. എക്സാക്ട് ടൈമിലുള്ള ചെയ്ത പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. അതിൻ്റെ പാസീവിൽ എന്താ വരിക? ഈ പാസീവ് എളുപ്പത്തിൽ പഠിക്കാൻ എന്താ ഗുണമെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെയായിരുന്നു പാസീവിൻ്റെ നിയമം? അതിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതിയാൽ മതി. സിമ്പിൾ പ്രസൻറ്റിൽ ഈസ് എം ആർ പ്ലസ് V3 ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ എന്താവും? വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3 എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവായി. അപ്പോൾ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ്
PP അല്ലെങ്കിൽ V3 കണ്ടാൽ അത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് നോക്കിയാൽ പാസ്റ്റ് കണ്ടിന്യൂസ് എഴുതാൻ എളുപ്പമായി. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഈസ് എം ആറ് പ്ലസ് ING ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് വേറെ പ്ലസ് ING വെച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. പാസ്റ്റ് കണ്ടിന്യൂസ് എപ്പോഴാണ് ഉപയോഗിക്കുക? രണ്ട് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. ഇപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉറങ്ങുകയായിരുന്നു. നമ്മളൊരു പ്രവൃത്തി ചെയ്തപ്പോൾ മറ്റൊരാൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി കഴിഞ്ഞു പോയതാണ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ വാതിൽ അമ്മ തുറന്നു തരികയായിരുന്നു, അല്ലെങ്കിൽ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു, ഇതൊക്കെ പറയാം നമുക്ക്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് വേണം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് എങ്ങനെയാണ് വരിക? പ്രസൻറ്റ് കണ്ടിന്യൂസിലെ പാസീവ് പോലെ തന്നെ ചെറിയ മാറ്റം. ഈസ് എം ആറിന് പകരം വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് ബീയിങ് പ്ലസ് V3 അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവായി. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് നോക്കിയാൽ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാൻ എളുപ്പമാണ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് മാത്രമേ ഉള്ളൂ. ആയതർ സബ്ജക്റ്റ് സിംഗുലർ ഓർ പ്ലൂരൽ, ഹാഡ് മാത്രമേ ഉള്ളൂ. ഹാഡ് പ്ലസ് V3 കണ്ടാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുക? രണ്ട് പാസ്റ്റ് പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ. ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ വണ്ടി പോയിട്ടുണ്ടായിരുന്നു. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. വെൻ ദ ഫയർ ഫോഴ്സ് അറൈവ്ഡ് ദ ഫയർ ഹാഡ് ബീൻ എക്സ്റ്റിങ്വിഷ്ഡ്. തീ കെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി തീ കെടുത്തലാണ് ആദ്യം, ട്രെയിൻ പോലാണ് ആദ്യം, അപ്പോഴാണ് ഞാൻ സ്റ്റേഷനിലെത്തുന്നത്. അപ്പോൾ രണ്ട് പ്രവൃത്തിയിൽ ആദ്യം ഉണ്ടായ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഹാഡ് പ്ലസ് V3 ആണ്. അതിൻ്റെ പാസീവ് ഹാഡ് പ്ലസ് ബീന് പ്ലസ് V3 അല്ലെങ്കിൽ PP. ഹാഡ് പ്ലസ് ബീന് പ്ലസ് V3 ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പാസീവിലെ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞ് 3 കഴിഞ്ഞു. ഇനി നാലാമത്തെ പാസീവിലെ പാസ്റ്റ് ടെൻസിലെ നാലാമത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ പ്രിൻസിപ്പിള് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ആണ്. 2020 മുതൽ 2023 വരെ ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോട്ട് നൗ, ഇപ്പം ഇല്ല. 20 മുതൽ 23 വരെ. അപ്പോൾ ഒരു നിശ്ചിത കാലം മുതൽ നിശ്ചിത കാലം വരെ തുടർന്നുകൊണ്ടേയിരുന്ന ജോലിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അതിന് പാസീവ് ഇല്ല. അതിൻ്റെ ആക്റ്റീവിലെ നിയമം ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡിലേക്ക് നോക്കിയിട്ട് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നോക്കുക, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. ഒന്ന് പാസീവിൽ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ്. അതിനെന്താ വരിക? ബേസ് ഫോം അല്ലെങ്കിൽ V1S ഫോം. ഇതാണ് ആക്റ്റീവ്. അതിൻ്റെ നിയമം ബേസ് ഫോം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന രൂപം. V1 ആണ് ഈ പറയുന്നത്. അതിൻ്റെ പാസീവിൽ എന്തൊക്കെ മാറ്റം വരും? ഈസ് എം ആറ് പ്ലസ് PP, അത് പാസീവ് ഫോം. ഇനി രണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഈസ് എം ആറ് പ്ലസ് ING കണ്ടാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആക്റ്റീവാണ്. ഈസ് എം ആറ് പ്ലസ് ബീയിങ് പ്ലസ് PP കണ്ടാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് PP ഇത് ആക്റ്റീവാണ്. അത് പാസീവ് ആവണമെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ ചേരണം പ്ലസ് PP പാസീവായി. ഇനി നാലാമത്തെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഇതിന് ആക്റ്റീവേ ഉള്ളൂ, പാസീവ് ഇല്ല. ഇനി സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ് തിരിച്ചറിയാം? അതിൻ്റെ പ്രെഡിക്കേറ്റിൽ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ വെർബിൻ്റെ V2 രൂപം കാണാം, അത് ആക്റ്റീവാണ്. അതിൻ്റെ പാസീവ് എന്താ വരിക? വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് PP അല്ലെങ്കിൽ V3 ഇതാണ് അതിൻ്റെ പാസീവ്, സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയാണ് വരിക? വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് ING ഫോം കണ്ടാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്റ്റീവാന്ന് മനസ്സിലാക്കാം. അതിൽ പാസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലെ പ്രെഡിക്കേറ്റിൽ ഈ മാറ്റം വരണം. വാസ് ഓർ വേറെ പ്ലസ് ബീയിങ് പ്ലസ് PP വരണം. അങ്ങനെ വന്നാൽ അത് പാസീവായി മാറും. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് പ്ലസ് PP അല്ലെങ്കിൽ V3 കണ്ടാൽ അത് ആക്റ്റീവാണ്, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ആക്റ്റീവിലാണ്. ഇനി അതിന് പാസീവ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് PP കണ്ടാൽ അത് പാസീവ് ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പാസീവ് ആക്കണമെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് PP ആയിട്ട് എഴുതണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING അതിന് പാസീവ് ഇല്ല. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസുമായിട്ട് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ 7 വാചകവും പാസ്റ്റ് ടെൻസിൽ 7 വാചകവും പറ്റും. പാസ്റ്റ് ടെൻസിൽ 7 വാചകവും പറ്റും. 4 ആക്റ്റീവും 3 പാസീവും, 4 ആക്റ്റീവും 3 പാസീവും. അപ്പോൾ അങ്ങനെ
7 14 വാചകമായി. ഇനി ഫ്യൂച്ചർ ടെൻസിൽ 4 ആക്റ്റീവ് 2 പാസീവും ഉണ്ട്. അങ്ങനെ 20 വാചകം, 20 ടെൻസ്, ഇൻക്ലൂഡിങ് ആക്റ്റീവ് ആൻഡ് പാസീവ്. ദർ ആർ 20 ടെൻസസ്. ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ എന്തായാലും നല്ല പോലെ ഒന്ന് എഴുതി പഠിക്കണം. ആക്റ്റീവിൽ എന്താ വരിക, പാസീവിൽ എന്താ വരുന്നത്. അപ്പോൾ ഒരു വാചകം കണ്ടാൽ നമുക്കത് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ എന്ന് അറിയണമെങ്കിൽ ഈ എഴുതി തന്നിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾ പോലെയുള്ള സാധനം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ICA സിനിമ എന്ന് എഴുതുക, അതിനെ ഈ ഇത്രയും ടെൻസിൽ മാറ്റി എഴുതി കൊണ്ടുവരിക. അങ്ങനെ ദിവസേന ഒരു ഗുളിക വെച്ചിട്ട് 4 ദിവസം ഒരാഴ്ച ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ വാചകം നിങ്ങൾക്ക് തറവാവും, എഴുതാൻ വളരെ സിമ്പിളാണ്. താങ്ക് യു വെരി മച്ച്. Tomorrow in the next class I will tell you something about the future tense. Thank you.